ലൈഫ് സ്കാൻ നാച്ചുറൽ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻ്റർ അവതരിപ്പിക്കുന്ന ഹെൽത്ത് ആൻഡ് സെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രക്തഗ്രൂപ്പും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആദ്യമായി O ഗ്രൂപ്പുകാരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആദ്യ മനുഷ്യൻ്റെ ഗ്രൂപ്പാണ് O. അതിൽ നിന്നാണ് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഗ്രൂപ്പ് മാറുകയും ഇന്ന് ഏറ്റവും പുതിയ ഗ്രൂപ്പായ HH ഗ്രൂപ്പ്, അതായത് ബോംബെ ഗ്രൂപ്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് ഒരു 10,000-ൽ ഒരാൾക്ക് മാത്രം കാണാവുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് ഇപ്പോഴത്തെ പഠനം തെളിയിച്ചിരിക്കുന്നത്. ഭാവിയിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ O ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങാം. ഓരോ ഗ്രൂപ്പുകാർക്കും അനുയോജ്യമായ ഭക്ഷണം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ മിക്കവാറും രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നാൽ ഇന്നത്തെ തലമുറക്ക് അത് എത്രമാത്രം സാധ്യമാകുമെന്നതാണ് പ്രശ്നം. ഭക്ഷണം എന്താണെന്നറിയാത്ത, അതെങ്ങനെ കഴിക്കണമെന്നറിയാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തവരാണ് ഇന്നത്തെ യുവാക്കൾ. അവർക്കാവശ്യം രുചി മാത്രമാണ്. ആ കൃത്രിമ രുചിയുടെ ഉറവിടം എവിടെന്നോ ഏതെന്നോ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തെന്നോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഏത് വൃത്തിഹീനമായ ചുറ്റുപാടിൽ തയ്യാറാക്കിയതായാലും അതിന് രുചിയുണ്ടോ എങ്കിൽ അത് മതി അവർക്ക് സന്തോഷിക്കാൻ. ഈ സന്തോഷം ദുഃഖമായി മാറാൻ വർഷങ്ങൾ കഴിയേണ്ടി വരും എന്ന് മാത്രം. ഐസ് ചേർത്ത ജ്യൂസിനോടൊപ്പം പൊരിച്ച പലഹാരങ്ങൾ കഴിക്കുക എന്നതാണ് ന്യൂ ജനറേഷൻ്റെ ഒരു സ്റ്റൈൽ. പൊറോട്ടയോടൊപ്പം ബീഫ് അല്ലെങ്കിൽ കോഴിയിറച്ചി കഴിച്ച് അതിനൊപ്പം കൊക്കക്കോലയും കുടിച്ചാൽ താൻ മറ്റുള്ളവരെക്കാൾ കേമൻ എന്ന ധാരണയാണ് യുവാക്കൾക്കുള്ളത്. പല ഹോട്ടലുകളും ഇത് ഞാൻ നേരിൽ കണ്ടതാണ്. എന്തിൻ്റെ കൂടെ എന്ത് കഴിക്കണമെന്നും അവർക്കറിയില്ല. വൻ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിന് ആവശ്യമായ തരത്തിൽ ദഹിപ്പിക്കാനോ പോഷകങ്ങൾ സ്വീകരിക്കാനോ കഴിയുന്നില്ല. ഭക്ഷണം ദഹിക്കണമെങ്കിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപമെങ്കിലും വേണം. ഐസ് 0 ഡിഗ്രിയാണെന്നറിയാമല്ലോ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ വിധത്തിൽ ദഹിക്കുമോ? ദഹിക്കാതെ ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്നതിനപ്പുറം അത് വിഷമാലിന്യമായി ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഭാവിയിൽ ഒരു രോഗകാരണമായി തീരുകയും ചെയ്യും. രക്തഗ്രൂപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമായി എന്ന് വരില്ല. കാരണം പലരും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിരിക്കും അവരുടെ ഗ്രൂപ്പിന് വിരുദ്ധമായത്. അപ്പോൾ അതെങ്ങനെ അവർ ഒഴിവാക്കും? ഉദാഹരണത്തിന് ഒരു പ്രമേഹ രോഗിയോട് ഡോക്ടർ പറയുന്നത് അരി ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ഗോതമ്പ് കൂടുതൽ കഴിക്കാനാണ്. എന്നാൽ O ഗ്രൂപ്പുകാരനായ രോഗിക്ക് ഗോതമ്പ് കഴിക്കാൻ പാടില്ല. പ്രമേഹ രോഗികൾ അധികവും O ഗ്രൂപ്പുകാരാണ്. എൻ്റെ അടുത്ത് ചികിത്സക്കെത്തുന്ന രോഗികളുടെ രക്തഗ്രൂപ്പ് നിർബന്ധമായും ചോദിച്ചറിയും. അതിനനുസരിച്ചാണ് ഭക്ഷണം നിർദ്ദേശിക്കുക. O ഗ്രൂപ്പുകാരായ പ്രമേഹ രോഗികളോട് ഗോതമ്പ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടും. ഇത്രയും നാൾ ഞാൻ ഗോതമ്പ് ആണ് കൂടുതൽ കഴിച്ചതെന്നായിരിക്കും രോഗിയുടെ പ്രതികരണം. ഗോതമ്പ് തന്നെയാണ് അവർക്ക് ദോഷം ചെയ്യുക. അതിലടങ്ങിയ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ ഘടകം ദഹനപ്രക്രിയയെ തകരാറിലാക്കുന്നതിനാൽ ഇൻസുലിൻ ഉൽപ്പാദനത്തെ തടയുന്നതിനും കാരണമാകുന്നു. ഗോതമ്പ് കഴിച്ച ശേഷം വയറ്റിൽ ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെടും. ഇക്കാര്യം രോഗികൾ സമ്മതിക്കാറുണ്ട്. ഗോതമ്പ് കഴിക്കുന്നത് നിർത്തി ഒരാഴ്ച കഴിയുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല എന്നും രോഗികൾ പറയും. അപ്പോൾ ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ രക്തഗ്രൂപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമം നടത്തിയാൽ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാം. നമുക്ക് O ഗ്രൂപ്പുകാരുടെ ഭക്ഷണ രീതി എന്തായിരിക്കണമെന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യ മനുഷ്യൻ്റെ ഗ്രൂപ്പാണല്ലോ O. ആദ്യ മനുഷ്യൻ മാംസഭുക്കായിരുന്നു എന്നതിൽ ആർക്കും സംശയത്തിനിടയില്ല. വേട്ടയാടി കാട്ടിൽ അലഞ്ഞു നടന്ന അവൻ്റെ ആഹാരം മാംസം തന്നെയാവണം. അങ്ങനെയെങ്കിൽ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കണം.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ധാന്യങ്ങൾ കഴിക്കാൻ ആരംഭിക്കുന്നത്. പിന്നീട് കായ്കനികൾ തുടങ്ങിയവയും ഭക്ഷണത്തിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് തന്നെ O ഗ്രൂപ്പുകാർ കൂടുതൽ പ്രോട്ടീനും കുറച്ച് കാർബോഹൈഡ്രേറ്റും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പറയുമ്പോൾ മാംസം കൂടുതൽ കഴിക്കണമെന്ന് കരുതരുത്. പണ്ട് മറ്റൊന്നും കിട്ടാത്ത അവസരത്തിൽ മാംസം കഴിച്ചിരുന്നു. അത് ശുദ്ധമായിരുന്നു. ഇന്നത്തെ മാംസം അപകടകരമായ കെമിക്കലുകൾ ചേർന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളും കൃത്രിമ ഭക്ഷണങ്ങളും നൽകി വളർത്തുന്ന മൃഗങ്ങളുടെ മാംസം ശരീരത്തിന് ഗുണം ചെയ്യുന്നില്ല. പകരം ഒരു കൂട്ടം രോഗങ്ങളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നല്ല പ്രോട്ടീൻ ലഭിക്കുക എന്നായിരിക്കും നിങ്ങളുടെ സംശയം. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ, മമ്പയർ, സോയാബീൻ, മുതിര, കടല ഇതിലൊക്കെ പ്രോട്ടീൻ ഉണ്ടല്ലോ. ഗോതമ്പ് മാത്രം ഒഴിവാക്കിയാൽ മതിയോ? പോരാ, ഇനിയുമുണ്ട് കുറേ ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കാൻ. പച്ചക്കറികളിൽ കാബേജ്, കോളിഫ്ലവർ എന്നിവ O ഗ്രൂപ്പുകാർക്ക് നിഷിദ്ധമാണ്. ഇവ കഴിക്കുന്ന അവസരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം തടയപ്പെടും. അതുപോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെയും ബാധിക്കും. O ഗ്രൂപ്പുകാരുടെ ദഹനരസം ശക്തിമത്താണ്. അതുകൊണ്ട് തന്നെ മാംസം കഴിക്കുമ്പോൾ വേഗത്തിൽ ദഹനം നടക്കും. മാംസം കഴിക്കുന്നത് രോഗകാരണമാണെന്നറിഞ്ഞ് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മത്സ്യം കഴിക്കുന്നവർക്ക് അയല, മത്തി എന്നിവ ഉത്തമം. ചെറുമത്സ്യങ്ങൾ കഴിക്കുന്നത് തെറ്റില്ല. പാൽ ഒഴിവാക്കണം, കാരണം ഇത് ദഹിപ്പിക്കാൻ പ്രയാസം നേരിടും. പകരം സോയാ മിൽക്ക് ഗുണം ചെയ്യും. വെളിച്ചെണ്ണ, ഫ്ലാക്സ് ഓയിൽ എന്നിവ നല്ലത്. വാൾനട്ട്, പംകിൻ സീഡ്, ബദാം എന്നിവ കഴിക്കാം. അണ്ടിപ്പരിപ്പ് ഇവർക്ക് നിഷിദ്ധമാണ്. പച്ചക്കറികളിലേക്ക് വരുമ്പോൾ ബീട്രൂട്ട്, ബ്രോക്കോളി, ഉള്ളി, മത്തൻ, ഉരുളക്കിഴങ്ങ്, മരിച്ചീനി എന്നിവ ഏറ്റവും നല്ലത്. ക്യാരറ്റ്, വെള്ളരി, കൂൺ, തക്കാളി എന്നിവയും കഴിക്കാവുന്നതാണ്. പഴങ്ങൾ എന്താണെന്ന് നോക്കാം. അമ്ല ഗുണമുള്ള രക്തമായതിനാൽ ക്ഷാരഗുണമുള്ള പഴങ്ങൾ കഴിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. നാരങ്ങ ഒഴിവാക്കുക. ആപ്പിൾ, ആപ്രിക്കോട്ട്, നേന്ത്രപ്പഴം, ഈത്തപ്പഴം, നെല്ലിക്ക, മുന്തിരി, പേരക്ക, കിവി, ലെമൺ, മാങ്ങ, തണ്ണിമത്തൻ, പപ്പായ, പൈനാപ്പിൾ, മാതളം എന്നിവയും ഇവർക്ക് നല്ലതാണ്. ഞാൻ ഈ ഗ്ലൂട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് ഈ ഗ്ലൂട്ടൻ? ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ചില രാസഘടകങ്ങൾ നമ്മുടെ രക്തവുമായി ചേരാതെ വരാം. രക്തഗ്രൂപ്പുകൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. O ഗ്രൂപ്പുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രോട്ടീൻ ഘടകമാണ് ഗ്ലൂട്ടൻ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കാണുന്നതെങ്കിൽ അതിനർത്ഥം കഴിച്ച ആഹാരം ശരീരത്തിന് സ്വീകാര്യമല്ല എന്നാണ്. ഒരു ഭക്ഷണത്തോടൊപ്പം മറ്റൊരു തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉൽപ്പാദനം നടക്കുന്നുവെങ്കിൽ ഫുഡ് കോമ്പിനേഷൻ്റെ അപാകതയാണെന്നും വ്യക്തം. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒന്നായി കഴിക്കുന്നത് ശരിയല്ല. അതുപോലെ വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ചേർത്ത് കഴിക്കരുത്. പഴങ്ങൾ ഒരു ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ പാടില്ല. ഇതുപോലെ നിരവധി ഘടകങ്ങൾ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്ലൂട്ടൻ ദഹന പ്രക്രിയയെ തകരാറിലാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദൂഷ്യം. അന്നപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഗ്ലൂട്ടൻ അവിടെ പരിക്കുകൾ ഏർപ്പിക്കാൻ പോകുന്നവയാണ്. ഇതിന് അധിക സമയമൊന്നും ആവശ്യമില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ വിശ്വരൂപം പുറത്തു വരും. ആരോഗ്യവാനായ ഒരാളുടെ അന്നപഥത്തിൻ്റെ ചുവരുകൾ ശക്തമായിരിക്കും. മാത്രമല്ല ആ ഭാഗങ്ങളിൽ നല്ല ബാക്ടീരിയകളുടെ നിരയും കേന്ദ്രീകരിച്ചിരിക്കും. ഗ്ലൂട്ടൻ അംശം കടന്നു വരുമ്പോൾ അതിനെ പുറന്തള്ളാൻ അത് മലത്തിലൂടെ സഹായിക്കുന്നു ബാക്ടീരിയകളാണ്. എന്നാൽ രോഗം ആക്രമിക്കുമ്പോൾ ബാക്ടീരിയകൾ ബലഹീനമാകുന്നു. അത്തരം അവസരങ്ങളിൽ ഗ്ലൂട്ടൻ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിച്ചേരും. ലിവർ, പ്ലീഹ, പാൻക്രിയാസ്, പിത്താശയം എന്നിവയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കും. ഗ്ലൂട്ടൻ രക്തത്തിൽ കലരുന്നത് അലർജി ഉണ്ടാക്കും. അപ്പോൾ വെളുത്ത രക്താണുക്കൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് അതിനെ ചെറുക്കാൻ ശ്രമിക്കും. ല്യൂക്കോസൈറ്റീസ് കട്ടിയുള്ളതും വെളുത്ത നിറത്തോടു കൂടിയതും ഇലാസ്തികത ഉള്ളതുമാണ്. ഏകദേശം ഗ്ലൂട്ടനോട് സാമ്യമുള്ളതാണ് ഇവ. ഇത് രണ്ടും കൂടി ചേർന്ന് ദഹനപ്രക്രിയ തടസ്സപ്പെട്ടു. മാത്രമല്ല അന്നപഥത്തിൽ ബാക്ടീരിയകൾക്ക് വളരാൻ അവ സഹായമൊരുക്കുകയും ചെയ്യും. അത്തരമൊരവസ്ഥയിൽ ചെറുകുടലിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഗ്ലൂട്ടൻ ദഹനപ്രക്രിയയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ദഹനശേഷം 2 മണിക്കൂറിനുള്ളിൽ ഗ്ലൂട്ടൻ രക്തത്തിൽ കലരുകയും ഉദരപേശികളിൽ പോറലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. രോഗത്തിലേക്ക് ആദ്യഘട്ടമാണിത്. ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, സ്കിസോഫ്രീനിയ എന്നിവയ്ക്ക് ഗ്ലൂട്ടൻ കാരണമാകും. ശരീരത്തിൻ്റെ ഏതെങ്കിലും ടിഷ്യൂക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിൽ അതിനർത്ഥം വിഷമാലിന്യങ്ങളുടെ ആധിക്യമാണെന്നാണ്. ഈ ഭാഗങ്ങളിൽ ഗ്ലൂട്ടൻ നുഴഞ്ഞു കയറി പ്രശ്നങ്ങളുണ്ടാക്കും.
മറ്റു രാജ്യങ്ങളിൽ ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കിട്ടും. നമുക്കിവിടെ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത് നമുക്ക് മറ്റു രക്ത ഗ്രൂപ്പിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം.